ഹായ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളെ ഒരുമിച്ച് കാണാൻ ദൈവം നമുക്ക് ഇടവരുത്തി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ വചനാധിഷ്ഠിതമായ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുന്ന വചനഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം. അത് നാമാനെ സുഖപ്പെടുത്തുന്നു. നാമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അപ്പോൾ അയാളെ നമ്മുടെ എലീശ പ്രവാചകൻ സുഖപ്പെടുത്തിയ കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ വചനഭാഗങ്ങൾ വായിക്കാം. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു സന്ദർഭവും അവിടെ ദൈവം ആഗ്രഹിച്ചത് എന്താകുന്നു എന്നൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ശരിയാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഓക്കെ. അപ്പോൾ നാമാനെ സുഖപ്പെടുത്തുന്നു എന്നാണ് ഹെഡിങ്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞു വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. സിറിയ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് തരാം. നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് തുടർന്ന് പറയാം. ഇതിൽ 2-3 കാര്യങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളുണ്ട്. ഒന്ന്, നാമാൻ സുഖപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടീനെ ദൈവം നാമാന്റെ വീട്ടിൽ താമസിപ്പിച്ചു. അവളെ കൊണ്ട് എലീശ പ്രവാചകനെ, അതാണ് നമ്മൾ സമരിയയിലെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ എലീശ പ്രവാചകന്റെ കാര്യമാണ് പറയണത്. അപ്പോൾ എലീശ പ്രവാചകനെ പരിചയപ്പെടുത്താൻ ആ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിയായി ആ പെൺകുട്ടിക്ക് പറ്റി. അപ്പോൾ അവൾ പരിചയപ്പെടുത്തിയപ്പോൾ നാമാൻ നേരെ എന്ത് ചെയ്തു? നാമാനെ നേരെ പോയിട്ട് നമുക്ക് എലീശ പ്രവാചകന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ചിലപ്പോൾ നാമാൻ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിടിച്ച് ഇസ്രായേൽ രാജാവ് വെറുതെ വിടില്ലല്ലോ. അപ്പോൾ ഒരു ശുപാർശ കത്ത് കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നാമാൻ നേരെ സിറിയ രാജാവിനോട് പറഞ്ഞു. സിറിയ രാജാവ് നാമാനെ ഇഷ്ടമുള്ള കാരണം ഒരു കത്ത് എഴുതി കൊടുത്തു ഇസ്രായേൽ രാജാവിന്. അപ്പോൾ ഇസ്രായേൽ രാജാവിന് കത്ത് എഴുതി കൊടുത്തു. അപ്പോൾ ആ കത്ത് കൊണ്ട് എന്തായാലും നമുക്കൊരു അസുഖമൊക്കെ മാറുമ്പോൾ നമുക്ക് ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ ഡോക്ടറിൻ്റെ ഫീസ്. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ എന്തായാലും അസുഖം മാറുകയാണ്. അത് എങ്ങനെയാണ് മാറണേ എന്നൊന്നല്ല, നമ്മൾ ആ അസുഖത്തിൽ നിന്ന് മാറണം. അതാണ് നാമാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാരിതോഷികങ്ങൾ വേണം. ഒന്നില്ലെങ്കിൽ രാജാവിനോ അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റുന്ന പ്രവാചകനോ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതായിട്ടാണ് നാമാൻ വരുന്നത്. നാമാൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? നേരെ ഇസ്രായേൽ രാജാവിന് കത്തെടുത്ത് കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ രാജാവിന് ദേഷ്യം വന്നു. ദേഷ്യം വരാനുള്ള കാരണം എന്താ? ദേഷ്യം വരാനുള്ള 2 കാരണം. ഒന്ന്, നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരാൾ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വലിയൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ല എൻ്റെ കയ്യിൽ അത്ര ഇല്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു നല്ലൊരു പേപ്പർ തന്നിട്ട് നല്ല രീതിയിലൊന്ന് ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു. അതെനിക്കില്ലാത്തൊരു കഴിവാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതന്നെ ഒരു കളിയാക്കലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഇതേപോലെയാണ് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ കുഷ്ഠം മാറ്റണം. കാരണം കുഷ്ഠരോഗം അങ്ങനെ മാറുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ രാജാവിന് ഒന്ന് ദേഷ്യം വരാൻ കാരണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ശത്രുവാണ്. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വിഭാഗീയതയിൽ കഴിയുന്ന ഒരു രാജാവാണ്, സിറിയ രാജാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമുണ്ട്. അത് നമ്മൾ പലപ്പോഴും പല ആവർത്തി നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. പല ആവർത്തി എന്നല്ല, നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ എലീശ പ്രവാചകനെ ഇസ്രായേൽ രാജാവ് വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആൾക്ക് ഇത്രയും എല്ലാം ദൈവമത്വത്തിന് അയാൾ ചെയ്യുന്ന ഈ പ്രവർത്തികളെ പറ്റിയിട്ടൊന്നും ഇസ്രായേൽ രാജാവിന് വേണ്ടത്ര ബോധ്യമില്ല.
അതുകൊണ്ടാണല്ലോ ഇത് കേട്ട വഴിക്ക് ആള് മറ്റേ ആളുടെ കുപ്പായം, അതായത് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു വികാരത്തിന്റെ ഒരു തീവ്രത പ്രകടിപ്പിക്കുന്ന ഒരു മാർഗ്ഗമാണ് പണ്ടത്തെ കാലത്ത് ഈ വസ്ത്രം വലിച്ചു കീറുന്ന ഒരു പരിപാടി. അത് നമ്മുടെ പുതിയ നിയമത്തിലുമുണ്ട്. നമ്മൾ യേശുവായിട്ട് പുരോഹിതന്മാരൊക്കെ, പ്രധാന പുരോഹിതനൊക്കെ സംസാരിച്ച് അവർക്ക് ദേഷ്യം വരുന്ന സമയത്തൊക്കെ യേശു ഞാൻ ദേവപുത്രനാണെന്നൊക്കെ പറയുമ്പോൾ അവര് വസ്ത്രം കീറലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയൊരു കാരണമാണ് ഈ വസ്ത്രം വലിച്ചു കീറുന്നത്. അപ്പം അങ്ങനെ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി. പിന്നെ തുടർന്ന് വായിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദേവപുരുഷനായ എലീശ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ. അല്ലെ, അപ്പോൾ നിനക്ക് എന്നെ പറ്റി ധാരണയില്ല. അതായത് എലീശ പ്രവാചകൻ പറയണം, ഇസ്രായേൽ രാജാവിന് എലീശ പ്രവാചകനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ അവരെ പറ്റിയിട്ട് അപ്പോൾ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ മറ്റേ പരിഗണിക്കപ്പെടുന്നില്ല. പുറം നാട്ടിലറിയാം, ആളുടെ അറിയാലോ. അതായത് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പറയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു വിചാരിച്ചിട്ട് ഒരു സൈന്യാധിപൻ നേരെ കയറി പറയില്ല. അപ്പോൾ അവള് ഈ എലീശ പ്രവാചകൻ ചെയ്ത മറ്റുള്ള അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു സൈന്യാധിപൻ കയറി മറ്റേ സ്വർണം അല്ലെങ്കിൽ ഉപഹാരങ്ങൾ നിറച്ച് ഇറങ്ങില്ലല്ലോ കത്തുമായിട്ട്. അപ്പൊ അവൻ അത്ര, അതായത് എന്ന് പറഞ്ഞ ആള് അത്രയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പോലും ഇസ്രായേൽ രാജാവിന് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വാസ്തവ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ അപ്പുറത്തുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? അവരെ പറ്റിയിട്ട് ദൂരെ, അപ്പൊ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീടുള്ളത്, അപ്പോൾ അവരെ പറ്റി ഒരാൾ കണ്ണൂരിൽ നിന്ന് വരുന്നു, വയനാട് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴാണ് അറിയുന്നത്, ഇവരിത്രയും അല്ലെങ്കിൽ അവൻ ഇത്രയും ഒരു പ്രസിദ്ധനായ ഒരാളായിരുന്നു ഈ മേഖലയിൽ എന്നൊക്കെ നമ്മൾ അറിയാം. അത് ഏത് തലത്തിലാണെങ്കിലും. അപ്പം നമുക്ക് അവരെ പറ്റി ധാരണ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അറിയാലോ, അതായത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ആൾക്കാർ അറിയും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ എലീശ പ്രവാചകന് വന്നു നേരെ. പിന്നെ ഇതിൽ ഇനി 2 ട്വിസ്റ്റ് ഉണ്ട് ഇനിയുള്ള കാര്യത്തിൽ. 2 ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാമാൻ വന്നു ഒരു പ്രവാചകനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീശയുടെ വീട്ടുപടിക്കലെത്തി. എലീശ ദൂതൻ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നാമാനോട് പറഞ്ഞ കാര്യമാണ്. എലീശ പ്രവാചകൻ പറഞ്ഞു, നീ ജോർദാൻ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. അല്ലെ, അപ്പൊ ഇത്രയും വണ്ടി വിളിച്ച് വന്ന് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ പറഞ്ഞു, നീ പോയിട്ട് നദി പോയി കുളിച്ചാൽ മതി, നിന്റെ അസുഖം മാറുന്നു പറഞ്ഞു. സ്വാഭാവികമായിട്ട് നാമാന് പുച്ഛം തോന്നി. അതിവിടെ പറയണമുണ്ട്. നല്ല രീതിയിൽ ആൾക്ക് പുച്ഛം തോന്നി. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. പുച്ഛത്തിനെക്കാട്ടിലും കുറച്ച് കൂടി കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീശ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ അബാനായും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളൊക്കെ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. അല്ലെ, വൃത്തിയായിട്ട് നമുക്ക് ഇതിൽ എഴുതി തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ നാട്ടിലുള്ള വലിയ വലിയ നദികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ ജോർദാനിൽ മുങ്ങേണ്ട ആവശ്യം എന്താ? എലീശ നേരെ വന്ന് ദൈവമേ എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, നമ്മൾ നല്ല രീതിയിൽ വളരെ ഒന്ന് കൈയൊക്കെ ഉയർത്തി പിടിച്ച് അപ്പം തന്നെ കുഷ്ഠം മാറ്റാനൊക്കെ പറഞ്ഞ്, അതൊക്കെയാണ് ഈ നാമം പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. പോയി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഇഷ്ടമായില്ല. അപ്പോൾ എന്താ ചെയ്ത്, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കൂടെ ഒരു നല്ല ഒരാൾ അല്ലെങ്കിൽ ഒരു ദൈവവിചാരം അല്ലെങ്കിൽ ഒരു നമ്മളെപ്പോഴും തിരുത്താൻ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരാൾ നാമാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നാമാൻ്റെ കൂടെ ഒരാളല്ല, നാമാൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഭൃത്യന്മാർ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ, അതായത് നമ്മൾ ബഹുമാനമുള്ള ആൾക്കാരാണ് പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ വലിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ശരി, അപ്പോൾ നമ്മൾ അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ ഒരു മല കാണിച്ച ആ മല ഒരു 7 ദിവസം ഒരു 10 പ്രാവശ്യം കയറി ഇറങ്ങി നിങ്ങൾ കുഷ്ഠം മാറുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കുറച്ച് തീവ്രത കൂടും. ചെറിയൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ അസുഖത്തിന് നമ്മൾ അത്ര, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തിന് നമ്മൾ വലിയൊരു തീവ്രത കാണുക. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അതൊന്നുമല്ല. അപ്പൊ ഇതൊരു അങ്ങനത്തെ ഒരു വിചിന്തനാണ് നമുക്ക്. നമ്മൾ വളരെ വലുതാക്കി പറയുന്ന ഒരു കാര്യം ദൈവത്തിന് മുമ്പ് നീ ഒരു വചനം വായിക്കി, നീ അല്ലെങ്കിൽ ഒന്ന് കുമ്പസാരിക്കുക, നീ അല്ലെങ്കിൽ ഒന്ന് കുർബാന കൂട്, നിന്റെ ആ പ്രശ്നം മാറുമെന്ന് നമ്മൾ പല പ്രബോധകർ നമുക്ക് വചനത്തിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കത് തൃപ്തിപ്പെടില്ല. അല്ലെങ്കിൽ നീ ഒരു 100 ദിവസം നീ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും തൃപ്തി വരും. കാരണം എന്താ, നമ്മൾ അങ്ങനെ സെറ്റായി പോയി. നമുക്ക് വലിയ വലിയ കാര്യം ചെയ്താലേ വലിയ വലിയ അനുഗ്രഹം കിട്ടുള്ളൂ. അങ്ങനെയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അതിന്റെ
പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഇതുപോലെ കുറേ ഉദാഹരണങ്ങളല്ല കുറേ അനുഭവങ്ങളുണ്ട്. ഇതൊന്നും ഉദാഹരണങ്ങളല്ല, ഇതെല്ലാം അനുഭവങ്ങളാണ്, യാഥാർത്ഥമായി നടന്നതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയ ഒരു വചനഭാഗമാണ്. അപ്പോൾ ഭൃത്യന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റെതുപോലെ. അപ്പോൾ അവിടെ വെച്ച് നാമൻ സുഖപ്പെട്ടു, നാമൻ ഹാപ്പിയായി. നാമൻ ഇഷ്ടപ്പെട്ടില്ല ആദ്യം പറഞ്ഞത്, എലീശ പ്രവാചകൻ പറഞ്ഞ ആ മെത്തേഡ് 7 പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ നാമൻ ഹാപ്പിയായി. അപ്പോൾ തിരിച്ചു വന്നു. കാരണം എന്താ, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ വന്നു, നമ്മൾ ആദ്യം അവിശ്വസിച്ചു, പിന്നെ വിശ്വസിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യും, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നന്ദി പറയും, നമ്മൾ സാക്ഷ്യം പറയും, നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അല്ലേ. അപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ധ്യാനകേന്ദ്രമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തുക നമ്മൾ ധ്യാനകേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കും. എല്ലാവരും കൊടുക്കണം എന്നല്ല ഇത് കേൾക്കുന്നത്, നിങ്ങളെല്ലാവരും കൊടുക്കണം. നിങ്ങളൊരു സുഖം കിട്ടിയിട്ട് അല്ല, നിങ്ങൾ സുഖം എന്നല്ല, നിങ്ങളൊരു അനുഗ്രഹം കിട്ടിയിട്ട് നാളെ പോയിട്ട് ആ ധ്യാനകേന്ദ്രത്തിൽ അച്ഛനെ കാണുമ്പോൾ പോയി പൈസ കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഒരു ദശാംശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ കൊടുക്കാൻ സ്വതവേ ആൾക്കാർ താല്പര്യം കാണിക്കും. പൈസയും സാഹചര്യങ്ങളുള്ളവരുടെ കാര്യം, ഇല്ലാത്തവരെ ദൈവം കാത്തുകൊള്ളും. അപ്പോൾ അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അല്ലെ. നമ്മളൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ്, അപ്പോൾ ആള് അവിടെ ശൂന്യവൽക്കരിക്കപ്പെട്ടപ്പോഴാണ് ആൾക്ക് അസുഖം മാറിയത്. അതാണ് ആള് പറയണത് അല്ലെ, ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സുഖം പ്രാപിച്ചു. അപ്പോൾ ആള് സുഖം പ്രാപിക്കാൻ ആള് ശൂന്യവൽക്കരിക്കപ്പെട്ടു. ഈ ശൂന്യവൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ കണ്ടന്റ് അല്ലെ. നമ്മൾ ദൈവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതെ ആവുമ്പോഴാണ് ദൈവം നമ്മളിൽ ഇടപെടുക. അപ്പോൾ ഇത്തരം പ്രബോധനങ്ങളാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്ലെ 0 നിന്ന് തുടങ്ങി ഇപ്പോൾ മൈനസിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. മൈനസ് എത്ര നമ്മളിങ്ങനെ 2, 3, 4 ആയിട്ട് നമ്മൾ കുറഞ്ഞു വരികയാണ്. വീഡിയോൻ്റെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചില്ലേ, അതായത് വീഡിയോ ഇപ്പോൾ നമ്മൾ മൈനസ് എത്രാമത്തെ അപ്പോൾ അങ്ങനെ നമ്മൾ 0 നിന്ന് കുറഞ്ഞ് ദൈവത്തിൽ എളിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും എലീശ പ്രവാചകനോട് പറയാനും, സമ്മാനം സ്വീകരിക്കേ. അപ്പോൾ എലീശ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണെ ഞാൻ സ്വീകരിക്കുകയില്ല. നാമം നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. അപ്പോൾ നാമം പറഞ്ഞു, സ്വീകരിക്കുകയില്ലെങ്കിൽ 2 കഴുത ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചബലിയോ അർപ്പിക്കുകയില്ല. അതായത് നമ്മൾ ഇസ്രായേലിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ചെറിയൊരു കുപ്പിയിലെ മണ്ണൊക്കെ യേശു ചവിട്ടിയ മണ്ണാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവരും. കാരണം എന്താ, ഇവൻ താമസിക്കുന്നത് ഇവിടെയാണ്, സിറിയയിൽ താമസിക്കുന്ന ആള് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ എലീശ പ്രവാചകൻ താമസിക്കുന്ന ആ മലയിലാണ് എലീശ പ്രവാചകൻ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോവുക എന്നാണ് പറയണത്. അപ്പോൾ കണ്ടില്ലേ, അതൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവചൈതന്യത്തിൻ്റെ ഒരു പ്രസൻസ് ആൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് നമുക്കിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളോരോ റോമിലൊക്കെ പോയി വരുമ്പോൾ അവിടുന്ന് ഒരു കുരിശ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം എന്താ? ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചൈതന്യം എവിടെയോ അവിടെയുള്ള ഒരു പൊരുൾ അല്ലെങ്കിൽ അവിടെ ഉള്ളത് നമുക്ക് വേണം, നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ 2 ചുമട് മണ്ണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ക്ഷമാപണമൊക്കെ ചോദിക്കണം. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല. അപ്പോൾ തന്നെ ഒരു ബോധ്യം കൂടിയും കിട്ടി. എന്താന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യത്തിലാണ് ബോധ്യമുള്ളത്. കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ. എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൺ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ മണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അതെന്നോട് ക്ഷമിക്കട്ടെ. അപ്പോൾ ആളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആളുടെ രാജാവിനെയും കൊണ്ട് ഈ റിമോൺ ക്ഷേത്രത്തിൽ പോകണം. അത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതൊരു വിഗ്രഹാരാധനയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ദൈവം അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റി, ആ ഒരു സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് ക്ഷമിക്കട്ടെ, ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ആൾ പോയി. അപ്പോൾ എലീശ പറഞ്ഞു, സമാധാനമായി പോവുക. നാമാൻ കുറച്ച് ദൂരം പോയി. ഇനിയാണ് 2ാമത്തെ ട്വിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ട്വിസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മളെ നാമാൻ സുഖപ്പെട്ടതോടുകൂടി ആദ്യത്തെ ട്വിസ്റ്റ്. 2ാമത്തെ ട്വിസ്റ്റാണ് ഒരാളുടെ ജീവിതം മാറ്റിമറിച്ചത്. അതായത് ഈ നമ്മുടെ എലീശ പ്രവാചകന് ഒരു സഹായി ഉണ്ട്, ഒരു ഭൃത്യൻ. അപ്പോൾ ഗഹസി എന്നാണ് അയാളുടെ പേര്. ഈ ഗഹസി നമ്മളെല്ലാവരും പല സമയത്തും ഗഹസികളായി മാറിയിട്ടുണ്ട്. ഗഹസിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരാള് വന്ന് സഹായിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ട ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് നാമാൻ കൊടുത്ത കാര്യമൊന്നും എലീശ പ്രവാചകൻ മേടിച്ചില്ല. അപ്പോൾ ഗേഹസി ചിന്തിച്ചു, നമുക്കത് വാങ്ങാൻ അർഹതയുണ്ടല്ലോ, കാരണം അയാൾ സുഖപ്പെട്ടില്ലേ, അയാളത് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പം മുടക്കിയതിൻ്റെ ഒരുപാട് പൈസ ചിലവാകും ചെയ്യും, ഒരു പക്ഷേ മിക്കവാറും സുഖപ്പെടില്ല. കാര്യം കുഷ്ഠരോഗം അത്രയും മാറാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ ഗേഹസി ചിന്തിച്ചു, പോയിട്ട് നമുക്ക് പോയിട്ട് അയാളെ പോയി കണ്ട് രഹസ്യത്തിൽ പോയി കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ പിന്നാലെ പോയി. അപ്പോൾ ആ ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ പിന്നാലെ പോയി അവൻ അവൻ്റെ ഒരു താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നാമാൻ എന്ത് പറഞ്ഞു, എന്നെ സഹായിച്ച എലീശ പ്രവാചകന്റെ നമ്മുടെ അസുഖം മാറ്റിയ എലീശ പ്രവാചകന്റെ ഭൃത്യൻ ഗേഹസി വന്നിരിക്കുന്നു, നീ 1 താലന്ത് വെള്ളിയല്ല, നീ 2 താലന്ത് വെള്ളി കൊണ്ടുപോകും എന്ന് പറഞ്ഞ അങ്ങനെ 2 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രമൊക്കെ ആയിട്ട് കൊടുത്തു. ഗേഹസിക്കും ഭൃത്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെ ഏൽപ്പിച്ചിട്ട് ഗേഹസി ഞെളിഞ്ഞ് നടന്നു വരുമ്പോഴാണ് നമ്മുടെ എലീശ പ്രവാചകൻ ചോദിക്കുന്നത്, ഗേഹസി നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. അപ്പോൾ എലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. അപ്പോൾ ഇത് ഈ വാങ്ങിച്ചത് 2 താലന്ത് വെള്ളിയാണെങ്കിലും എലീശ പ്രവാചകൻ കയ്യിൽ നിട്ടതല്ലാന്ന് എനിക്ക് തോന്നണേ. കാരണം പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാൻ. ഇപ്പോൾ നമുക്ക് എന്തിനാണ് പണം? നമുക്ക് വെറുതെ കയ്യിൽ വെച്ചിരിക്കാനല്ലല്ലോ, നമ്മളതുകൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് തെറ്റായ മാർഗത്തിൽ പണം സമ്പാദിക്കുന്ന ആളാണെങ്കിലും ശരിയായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ആളാണെങ്കിലും പണം കൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട്. വെറുതെ നമ്മൾ ഇങ്ങനെ ബാങ്ക് ബാലൻസ് ആക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഉദ്ദേശങ്ങളുണ്ടായിരിക്കും. ആ ഉദ്ദേശത്തിൽ ഗഹസിയുടെ ചിന്തയിലുണ്ടായിരുന്ന സ്വപ്നങ്ങളിൽ അല്ലെ, ഇപ്പം നമ്മളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ചിന്തകൾ വരില്ല. ലോട്ടറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. അതേപോലത്തെ, അതായത് ഈ 2 താലന്ത് വെള്ളി കൊണ്ട് ഗഹസി ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു എന്തൊക്കെ? പണം, വസ്ത്രം, അത് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, അതായത് വളരെ ഒരു പ്രമാണിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ഗഹസിയാണ്. പക്ഷെ ഗഹസിക്ക് അറിയാല, നാമാന് മാറിപ്പോയ കുഷ്ഠം കിട്ടിയത് ഗഹസിക്കാണ്. അങ്ങനെ എന്ത് പറ്റി? അങ്ങനെ ഗഹസി കുഷ്ഠരോഗിയായി. പിന്നെ അത് മാത്രമല്ല, നിനക്കും നിന്റെ സന്തതികൾക്കും, അതായത് കുറച്ച് നാള് ആ സന്തതികൾക്ക് തലമുറകളോളം കിട്ടാവുന്ന ഒരു ശാപമായിട്ട് അത് മാറി. അപ്പോൾ നമ്മളിൽ അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പൈസ എന്ന്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ദൈവത്തിനായിട്ട് കാണിക്ക കൊടുത്ത പൈസ, ആ പൈസ നമ്മൾ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും അത് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളങ്ങനെ തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആരെങ്കിലും തന്ന പൈസയോ അത് വന്ന് പള്ളിയിലിട്, 10 രൂപ 20 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ ഒക്കെ തന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ദൈവത്തിന് തന്നെ കൊടുക്കണം. അതിൽ നിന്ന് നമ്മളൊന്നും എടുക്കരുത്. 10 രൂപ 20 രൂപ എന്നല്ല, ഇത് വലിയ സംഖ്യ ആകുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ കൈ ധരിക്കുക. ചെറിയ പൈസ നമുക്ക് ധരിക്കില്ല. അപ്പോൾ നമുക്ക് പൈസയുടെ വലുപ്പത്തിലല്ല, ആരുടെയാണ്? അത് ദൈവത്തിൻ്റെയാണ്. അതാണ് ദൈവത്തിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ദൈവത്തിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കാൻ ആരെ നമുക്ക് മധ്യസ്ഥത നിൽക്കുക? അതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു അർത്ഥം. ഞാൻ മനുഷ്യനെതിരെ പാപം ചെയ്താൽ നമുക്ക് ദൈവം നമ്മുടെ മധ്യസ്ഥ നിൽക്കും. ദൈവത്തിനെതിരെ പാപത്തിന് നമുക്ക് ആരും മധ്യസ്ഥത നിൽക്കും എന്നുള്ളതാണ് അതൊരു കാര്യം. പിന്നൊരു കാര്യം കൂടിയുണ്ട്, അതായത് അപ്പോൾ പിന്നീട് ഈ ഗഹസി, അപ്പോൾ അതിനുശേഷം പിന്നെ തുടർന്നുള്ള അധ്യായത്തിൽ എലീശ പ്രവാചകൻ അവിടെ ക്ഷാമം വരുന്നു. അപ്പോൾ എലീശ പ്രവാചകൻ്റെ ആ സമയത്ത് തന്നെ എലീശ പ്രവാചകനെ ഇങ്ങനെ പോകുമ്പോൾ, ദേവപുരുഷനാണ് പ്രവാചകൻ, പോകുമ്പോൾ അപ്പോൾ ഒരു വീട്ടിലെ ഒരു സ്ത്രീ അവരെ സ്വീകരിച്ചു, പ്രവാചകനാണെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അറിയാലോ, നമ്മൾ അച്ഛനൊക്കെ നമ്മുടെ ഇടവകയിൽ വന്ന് നോക്കുമ്പോൾ ഒരു കുടുംബം തീരുമാനിക്കുകയാണ്, അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടു കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ അതായത് വീട്ടിൽ മിക്കവാറും സ്ത്രീകളാണ് അങ്ങനെ ആഗ്രഹങ്ങൾ വരിക. കാരണം അവർ അച്ഛനെ ഇപ്പം നമ്മളെന്തായാലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അത്ര നാളെ ഞാൻ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഒരു സ്ത്രീ തീരുമാനിച്ചു. അതുപോലെ ഈ പ്രവാചകൻ ഒരു സ്ത്രീ അന്ന് തീരുമാനിച്ചു. അപ്പോൾ
അപ്പോൾ അവള് ഇങ്ങനെ സ്ഥിരമായിട്ട് അവള് കൂടാതെ ഒരു വീട്ടിലൊരു മുറി സജ്ജീകരിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ ഭർത്താവ് കുറച്ച് പ്രായമുണ്ട്, വൃദ്ധനാണ്. സ്വതവേ വൃദ്ധന്മാരാകുമ്പോൾ അല്ലെങ്കിൽ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് അവളുടെ പ്രശ്നം. അത് ഗഹസിക്ക് അത് മനസ്സിലായി. അപ്പോൾ എലീശ പ്രവാചകൻ ദൈവകാര്യം മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതൊന്നും ചോദിച്ചില്ല. അവൾക്ക് എന്താ ആവശ്യം, ഈ ഒരു രാജാവിനോട് ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ശുപാർശ ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. കാര്യം ഇവള് സ്ഥിരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എലീശ പ്രവാചകനാകുമ്പോൾ അത്യാവശ്യം രാജ്യകാര്യങ്ങളിലും ഒക്കെ ഒരു വലിയ നിലയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ആ സാഹചര്യം വന്നപ്പോൾ ഗഹസി പറഞ്ഞു അങ്ങനെയല്ല, അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒരാളുടെ ദുഃഖം. അപ്പോൾ ഈ ഗഹസിയാണ് ഒരു ഘട്ടത്തിൽ മാറിയത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളെല്ലാവരിലും ഉള്ള നന്മ നമ്മൾ ചില വിഗ്രഹങ്ങളുടെ മുൻപിൽ, പണമായിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യരായിക്കോട്ടെ, അതിൻ്റെ മുൻപിൽ നമ്മളിലുള്ള നന്മ നമ്മൾ മറക്കുന്ന കുറേ ഘട്ടങ്ങളുണ്ട്. ഇതേ ഗഹസീനെ ദൈവം എലീശ പ്രവാചകനും ദൈവത്തിനും വേണ്ടിയിട്ടൊക്കെ ആള് പിന്നീട് ഒരു തരത്തിൽ മാനസാന്തരം വന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ ഗഹസി പിന്നീട് 8-ാം അധ്യായത്തിൽ, 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ തന്നെ ആ അധ്യായം ഞാൻ വായിക്കാം. അപ്പോൾ ഈ 5-ാം അധ്യായത്തിലാണ് നാമാനെ സുഖപ്പെടുത്തിയതും അതിനുശേഷം ഗഹസിക്കൊക്കെ അസുഖം വന്ന കുഷ്ഠരോഗം വന്നാൽ അറിയാലോ, പുറന്തള്ളപ്പെടും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്, അതാണ് 8-ാം അധ്യായത്തിന്റെ തുടക്കം. താൻ പുനർജീവിച്ച കുട്ടിയുടെ അമ്മയോട് എലീശ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക, കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. പുനർജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ എലീശാനെ സംരക്ഷിച്ച യുവതിക്ക് എലീശ പ്രാർത്ഥിച്ചിട്ട് അടുത്ത കൊല്ലത്തൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനൊരു പ്രായം വന്നപ്പോൾ ആ കൊച്ച് മരിച്ചു. ആ മരിച്ചപ്പോൾ എലീശയുടെ അടുത്തേക്ക് ഈ അമ്മ ഈ കൊച്ചിനെ കൊണ്ട് വന്ന് അപേക്ഷിച്ചു. അപ്പോൾ ആദ്യം ഗഹസിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഗഹസിയുടെ ഇതിൽ കുട്ടി ജീവിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു, എലീശയുടെ കാല് പിടിച്ച് കിടക്കുക, നീ വന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ കിടന്നു. അങ്ങനെ എലീശ പോയിട്ട് ആ കൊച്ചിൻ്റെ മേല് കിടന്ന് കണ്ണോട് കണ്ണും കൈൻ്റെ കൈമയൊക്കെ വെച്ച് ചൂട് പകർന്ന് ആ കുട്ടിക്ക് ജീവൻ വെച്ച ഒരു കാര്യം അപ്പുറത്തെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതിന് സാക്ഷിയാണ് ഗഹസി. അതിനുശേഷമൊക്കെയാണ് ഈ നാമം വന്നിട്ടുള്ളത്. അപ്പോഴാണല്ലോ കുഷ്ഠരോഗമൊക്കെ വന്ന് ഈ ഗഹസീനെ ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാട്ടിൽ ക്ഷാമം വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി, അപ്പോൾ അമ്മ ഈ മകനെയും ഭർത്താവൊക്കെ ആയിട്ട് അവർ പോയി തിരിച്ചു വരികയാണ് അവർ. കാരണം അവർ ക്ഷാമം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയാണ്, അവർക്ക് കിട്ടിയ ദേശത്തേക്ക് അവർ തിരിച്ചു വരികയാണ്. 7 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എലീശ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. അപ്പോൾ ശരിക്ക് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഗഹസി. ആ ഗഹസിയുടെ ഒരു അത്യാർത്ഥി കാരണമാണ് അയാൾ തഴയപ്പെട്ടത്, അല്ലേ? അപ്പം നമുക്ക് പിന്നീട് രാജാവ് ഒരു ഘട്ടത്തിൽ കണ്ടെത്തിയിട്ട് അവനോട് ചോദിച്ചറിഞ്ഞു എലീശാനെ പറ്റിയിട്ട്. അപ്പോൾ രാജാവിന് കുറച്ച് ആഗ്രഹങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു 7 കൊല്ലമൊക്കെ സമയമായിട്ടുണ്ടാകുമ്പോഴേക്കും ഇയാളെ പറ്റിയിട്ട്, ഈ എലീശ പ്രവാചകനെ പറ്റിയിട്ട് ഒരുപാട് പേര് നല്ലത് പറയുന്നു, കുറേ ആൾക്കാർ വന്ന് സുഖപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ നാട്ടിൽ രാജാവ് എലീശാനെ പറ്റി അറിയാൻ ഗഹസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗഹസി അപ്പോൾ നോക്കി അപ്പോൾ നമ്മൾ എലീശയുടെ ഒപ്പം ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലും അല്ലെങ്കിൽ ആ ഒരു കാരുണ്യത്തിനൊക്കെ ഭാഗമാകേണ്ടായിരുന്ന ആളായിരുന്നു ഗഹസി. ആ ഗഹസി ഒരു സമയത്തുള്ള ഒരു വെടിത്തരം കാരണം ആൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരിലും ദൈവം ഏൽപ്പിച്ചു തരുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിന് നമ്മൾ വിഘ്നമായിട്ട് ഏതെങ്കിലും വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. കാരണം എനിക്കുമുണ്ട് അതേ പ്രതിസന്ധികൾ, നിങ്ങൾക്കുമുണ്ട്. ഇനി അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും ഇതുപോലെ പ്രതിസന്ധികളിൽ അല്ലേ, നമുക്കൊരു നമ്മുടെ കടമ നിർവഹിക്കാൻ പറ്റാതെ നമ്മുടെ മുൻപിൽ നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള കുറേ വിഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അല്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥമായ കടമ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നാമാൻ സുഖപ്പെടാൻ ഒരു കാരണം ഉണ്ടായി, അവൻ ഒന്ന് ശൂന്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ ഗഹസി ഒരു അനുഗ്രഹത്തിൻ്റെ ഒക്കെ കൂടെ നിൽക്കേണ്ട ഒരാൾ അതൊരു ശാപമായിട്ട് മാറി ഗഹസിക്ക്, അല്ലെ? ഒരു സാക്ഷ്യം വഹിക്കേണ്ട ഒക്കെ ഒരാളായിരുന്നു അനുഗ്രഹങ്ങളുടെയും എലീശ പ്രവാചകന്റെ കാര്യത്തിനൊക്കെ തുടർന്നുള്ളത്. ഗഹസിനെ ഈ നാമാനെ സുഖപ്പെട്ടതോടുകൂടി ഗഹസിനെ പിന്നെ പുറത്താക്കി. അപ്പോൾ അതിന് ശേഷമുള്ള കഥകളൊന്നും ഗഹസിക്ക് അറിയില്ല. അപ്പോൾ
രാജാവ് കുറച്ച് നാളുണ്ടായിരുന്ന ഒരു രഹസ്യോടാണ് രാജാവ് ചോദിച്ചറിയണം എലീശ പ്രവാചകനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് എന്നും നമ്മുടെ ഒപ്പം കാണുന്ന നമ്മുടെ ഇപ്പോൾ പള്ളിയിലത്തെ സംഘടനകളിലൂടെയൊക്കെ നമ്മളൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന കുറേ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ കാര്യത്തിൻ്റെ പോലെ ഇപ്പോൾ ചെറിയൊരു വാക്കേറ്റം കാരണം അവരോടുള്ള ഇപ്പോൾ ഒരു പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു, അവരോട് നമുക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല, അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമുക്ക് അവരോടൊരു വെറുപ്പ് തോന്നി. നമ്മൾ ചിന്തിക്കുന്ന യഥാർത്ഥമായ കാര്യമാണ്. അവരത്ര നല്ലതൊന്നുമല്ല, അവർ ഈ സ്ഥാനം നിൽക്കാൻ അർഹനല്ല, അല്ലെങ്കിൽ അർഹയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പിനോട്, അല്ലെങ്കിൽ ആ ഒരു നമുക്കിപ്പോൾ ഒരു പറയാമല്ലോ, നമുക്ക് പള്ളിയിലുള്ള ഒരു ഗ്രൂപ്പ്, ആ ഒരു പ്രാർത്ഥന ഗ്രൂപ്പിനോട് തന്നെ നമുക്കൊരു താല്പര്യക്കുറവ് വന്നു. പക്ഷെ അവിടെ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തെയാണ് കാണേണ്ടത്. നമ്മൾ ഫോക്കസ് ദൈവത്തിലായിരിക്കണം. നമ്മൾ ദൈവത്തിലായിരിക്കണം. നമ്മൾ കാരണമാവും ചിലപ്പോൾ അവർ നീതീകരിക്കപ്പെടാൻ പോവുക, നമുക്കറിയില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾക്ക്, ആ വ്യക്തിക്ക് നന്നാവാൻ പറ്റില്ല. നന്നാവാന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണത വരണമെങ്കിൽ നമ്മുടെ സഹായം വേണ്ടി വരും. നമ്മൾ അതറിയാതെ നമുക്ക് അവരൊരു വിഘ്നാവും വിചാരിച്ച് നമ്മളിങ്ങോട്ട് പോരല്ല വേണ്ടത്, നമ്മളവിടെ പിടിച്ചു നിൽക്കണം. ഇപ്പോൾ അതുപോലെ അപ്പോൾ ഈ വചനം ഇന്നിത്തിരി വീഡിയോ ദീർഘമായി പോയോന്ന് എനിക്കറിയില്ല. കുറച്ച് 2-3 കഥകളല്ല ഉണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇത് നമുക്ക് രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാവർക്കുള്ള ഒരു തിരിച്ചറിവാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കൊന്നും കൂടി കുറഞ്ഞിട്ട്, അല്ലേ, നമ്പർ കുറഞ്ഞു വരികയാണല്ലോ, നമുക്കൊന്നും കൂടി നമ്പർ കുറഞ്ഞ് നമ്മൾ ശൂന്യമായി കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ.